നമ്മളൊക്കെ ഒരുപാട് കേട്ടിട്ടുണ്ടാവും അല്ലേ? നിന്നെ തന്നെ അറിയുക എന്ന്. എന്താണ് ശരിക്കും ഇതിന്റെ ഒരർത്ഥം? ഇതൊരു വെറും വാക്കല്ല. നമ്മൾ ഓരോരുത്തരും തുടങ്ങിവെക്കേണ്ട ഒരു വലിയ യാത്രയുടെ ആദ്യത്തെ പടിയാണ്. ഈയൊരു ചോദ്യം ഒന്ന് ആലോചിച്ചു നോക്കൂ. നമ്മുടെ പേര്, നമ്മുടെ ജോലി, നമ്മുടെ ഓർമ്മകൾ ഇതൊക്കെയാണ് നമ്മൾ എന്ന് നമ്മൾ വിശ്വസിക്കുന്നു. പക്ഷേ ഇതെല്ലാം ഒരു വലിയ കഥയുടെ വെറുമൊരു തുടക്കം മാത്രമാണെങ്കിലോ? നമ്മുടെ അന്വേഷണം തുടങ്ങുന്നത് ഈ ഒരു സംശയത്തിൽ നിന്നാണ്. നമ്മളോട് ആരെങ്കിലും നമ്മളെക്കുറിച്ച് ചോദിച്ചാൽ നമ്മൾ പറയും, എന്റെ പേര്, എന്റെ ജോലി, എന്റെ ചിന്തകൾ, അങ്ങനെ പലതും. പക്ഷേ ഇതെല്ലാം അറിയുന്ന, ഇതെല്ലാം അനുഭവിക്കുന്ന ആ ഞാൻ, അതാരാണ്? ആ ബോധത്തിന്റെ ഉറവിടം എവിടെയാണ്? അതാണ് യഥാർത്ഥ ചോദ്യമല്ലേ? ഈ വലിയ ചോദ്യത്തിന് ഒരു ഉത്തരം കണ്ടെത്താനായിട്ട് നമുക്ക് പഴയ ഒരു കഥ കേൾക്കാം. സത്യം തേടിപ്പോയ ഒരു മകനും അവന് വഴികാട്ടിയായ ഒരച്ഛനും. അവർ തമ്മിലുള്ള ഒരു സംഭാഷണത്തിലൂടെ ഈ രഹസ്യം നമുക്ക് പതിയെ ചുരുളഴിക്കാം. കണ്ടില്ലേ, പ്രപഞ്ചത്തോളം പഴക്കമുള്ള ഒരു ചോദ്യം. ഇവിടെ നിന്നാണ് ആ മകന്റെ യാത്ര തുടങ്ങുന്നത്. ഒരു പക്ഷേ ചില രാത്രികളിൽ നമ്മൾ ഓരോരുത്തരും നമ്മളോട് തന്നെ ചോദിക്കുന്നതും ഇതുതന്നെയല്ലേ? പക്ഷേ ആ അച്ഛൻ പറഞ്ഞ മറുപടിയുണ്ടല്ലോ, അത് സിമ്പിൾ ആയിരുന്നെങ്കിലും ഭയങ്കര പവർഫുള്ളായിരുന്നു. അദ്ദേഹം പറഞ്ഞു, ഉത്തരങ്ങൾക്കായി പുറത്ത് തിരയേണ്ട. ചോദ്യം എവിടെ നിന്നാണോ ഉണ്ടായത് അവിടെ തന്നെയാണ് ഉത്തരവും ഒളിഞ്ഞിരിക്കുന്നത്, നിന്റെ ഉള്ളിൽ. അപ്പോ ആ വാക്കുകളിൽ നിന്ന് ഇൻസ്പിറേഷൻ എടുത്ത് ആ മകൻ തന്റെ ഉള്ളിലേക്ക് തന്നെ നോക്കാൻ തുടങ്ങി. അവൻ ഓരോന്നായി കണ്ടെത്തിയ കാര്യങ്ങള് നമുക്ക് ഓരോ പടികളായിട്ട് ഒന്ന് നോക്കാം. സ്വത്വത്തിലേക്കുള്ള ആ കയറ്റം. ആദ്യം അവൻ വിചാരിച്ചു, ഞാൻ ഈ കാണുന്ന ശരീരമാണ്. പിന്നെ കുറച്ചുകൂടി ആഴത്തിൽ ചിന്തിച്ചപ്പോ അവന് മനസ്സിലായി, അല്ല, ഈ ശരീരത്തെ ചലിപ്പിക്കുന്ന ജീവശക്തിയാണ് ഞാൻ. ഒടുവിൽ അവനൊരു നിഗമനത്തിലെത്തി. എന്റെ ചിന്തകളും വികാരങ്ങളുമുള്ള ഈ മനസ്സാണ് യഥാർത്ഥ ഞാൻ. ഇവിടെയാണ് കഥയിലെ ഒരു ട്വിസ്റ്റ്. ഓരോ തവണ മകൻ പുതിയ ഉത്തരങ്ങളുമായി വരുമ്പോഴും അച്ഛൻ പറഞ്ഞത് ഒരേ മറുപടിയാണ്. അതെ, നീ പറഞ്ഞത് ശരിയാണ്. എന്തുകൊണ്ടായിരിക്കും അദ്ദേഹം അങ്ങനെ പറഞ്ഞത്? അപ്പോ എന്തുകൊണ്ടാണ് അച്ഛൻ എല്ലാം ശരിയാണെന്ന് പറഞ്ഞത്? അതിന്റെ പിന്നിലൊരു തത്വമുണ്ട്. യഥാർത്ഥ ജ്ഞാനം ഒന്നിനെയും തള്ളിക്കളയുന്നില്ല. ഓരോ പുതിയ സത്യവും പഴയതിനെ കൂടി ഉൾക്കൊള്ളുന്നതാണ്. അല്ലാതെ ഒന്നിനെ ഒഴിവാക്കി മറ്റൊന്നിനെ സ്വീകരിക്കുന്നതല്ല യഥാർത്ഥ അറിവ്. പക്ഷേ ഈ യാത്രയിൽ ഒരു അപകടം പതിയിരിപ്പുണ്ടായിരുന്നു. മനസ്സിനും അപ്പുറത്തേക്ക് പോയ മകൻ നാലാമത്തെ ഒരു പടിയിലെത്തി. അത് ശുദ്ധമായ ബുദ്ധിയുടെ പടിയായിരുന്നു. അവന് മനസ്സിലായി, ഈ ലോകത്തെ മുഴുവൻ നിയന്ത്രിക്കുന്നത് ഒരു കോസ്മിക് ഇന്റലിജൻസ് ആണ്. പക്ഷേ ആ ഒരു തിരിച്ചറിവ് അവനൊരു സന്തോഷവും കൊടുത്തില്ല. എന്താ കാരണമെന്നറിയോ? ശുദ്ധമായ ബുദ്ധിക്ക് ഒരു പ്രശ്നമുണ്ട്. ഈ ചോദ്യം വളരെ പ്രധാനപ്പെട്ടതാണ്. ഒന്ന് ആലോചിച്ചു നോക്കൂ. ദൈവം എന്ന് പറയുന്നത് സ്നേഹവും ദയയുമില്ലാത്ത വെറും ഒരു സൂപ്പർ കമ്പ്യൂട്ടർ പോലെ ആണെങ്കിൽ നമ്മുടെയൊക്കെ ജീവിതത്തിന്റെ ആത്യന്തികമായ ലക്ഷ്യമെന്തായിരിക്കും? ഹൃദയമില്ലാത്ത ക്രൂരനായ ഒരാളാവുക എന്നതോ? ആ ഒരു പേടിക്ക്, ആ ഒരു സംശയത്തിനുള്ള മറുപടി ഒരുപക്ഷെ ഗൗതമബുദ്ധന്റെ ഈ വാക്കുകളിലുണ്ട്. സ്വയം നിയന്ത്രിക്കുന്ന ബുദ്ധിയല്ല പ്രധാനം, മറ്റുള്ളവരിലേക്ക് ഒഴുകുന്ന കരുണയാണ് അതിലും വലുത്. ബുദ്ധിയേക്കാൾ ഒരു പടി മുകളിലാണ് കരുണ. അതായത് മനുഷ്യന്റെ കുറവുകൾ, അവന്റെ ബലഹീനതകൾ, അതൊക്കെ ഒരുപക്ഷെ ക്ഷമിക്കപ്പെട്ടേക്കാം. പക്ഷേ മറ്റുള്ളവരെ ദ്രോഹിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ആ ബുദ്ധിയുണ്ടല്ലോ, അതിന് മാപ്പില്ല. ഇതാണ് ബുദ്ധിയുടെ ഏറ്റവും വലിയ അപകടം. അപ്പൊ ശരി, ശരീരമല്ല, മനസ്സുമല്ല, ബുദ്ധിയുമല്ല, പിന്നെന്താണ്? എല്ലാത്തിനും പിന്നിലെ ആ യഥാർത്ഥ ഉറവിടം എന്താണ്? ഇവിടെയാണ് ആ മകൻ ഫൈനൽ ആൻസർ കണ്ടെത്തുന്നത്. ആ ഉത്തരം നമുക്ക് തലച്ചോറുകൊണ്ട് ചിന്തിച്ചെടുക്കാൻ പറ്റുന്ന ഒന്നല്ല, അത് അനുഭവിച്ചറിയേണ്ട ഒന്നാണ്. സ്നേഹം പോലെ, ആനന്ദം പോലെ, ഹൃദയം കൊണ്ട് മാത്രം മനസ്സിലാക്കാൻ പറ്റുന്ന ഒന്ന്. അതെ, ഇതാണ് ആ വലിയ കണ്ടെത്തൽ. ഈ പ്രപഞ്ചം നിലനിൽക്കുന്നത് എന്തോ വലിയ കണക്കുകൂട്ടലുകളുടെ ഭാഗമായിട്ടല്ല, മറിച്ച് ഒരു ദൈവികമായ ആനന്ദത്തിന്റെ, ഒരു കളിയുടെ ഭാഗമായിട്ടാണ്. അപ്പോ ഈ പ്രപഞ്ചത്തിന്റെ അടിസ്ഥാനം ആനന്ദമാണെങ്കിൽ നമ്മുടെ ഉള്ളിലുള്ള ആ ഞാൻ എന്ന ബോധം അതെന്താണ്? ബൈബിളിലെ ഈ പ്രശസ്തമായൊരു വാക്യം ഒരുപക്ഷെ അതിലേക്കുള്ളൊരു താക്കോലാണ്. ദൈവം എന്ന് പറയുന്നത് നമ്മൾക്ക് പുറത്തുള്ളൊരാളല്ല, മറിച്ച് ഓരോ ജീവനുള്ള വസ്തുവിലുമുള്ള ഞാനുണ്ട് എന്ന ഒരു ഫീലിംഗ് ഉണ്ടല്ലോ, ആ അടിസ്ഥാനപരമായ അസ്തിത്വബോധം, അതാണ് ദൈവം. ആ ബോധമാണ് നമ്മളെയും ഈ പ്രപഞ്ചത്തെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നത്. ഓക്കെ, ഇത്രയും വലിയ കാര്യങ്ങളൊക്കെ നമ്മൾ സംസാരിച്ചു.
ഇതൊക്കെ അറിഞ്ഞതുകൊണ്ട് നമ്മുടെയൊക്കെ ജീവിതത്തിൽ എന്ത് മാറ്റമാണ് ഉണ്ടാകാൻ പോകുന്നത്? എന്താണിതിന്റെ ഒരു പ്രായോഗികത? നമ്മൾ മനുഷ്യനായി ജനിച്ചത് ഒരു ഭാഗ്യമായി മാത്രം കണ്ടാൽ നമ്മൾ അഹങ്കരിക്കും, അതിനെ ദുരുപയോഗം ചെയ്യും. എന്നാൽ നമ്മുടെ ഉള്ളിലുള്ള ആ ഞാൻ എന്ന സത്യത്തെ കണ്ടെത്താനുള്ളൊരു വലിയ അവസരമായി ഇതിനെ കണ്ടാലോ? അപ്പൊ നമ്മുടെ ജീവിതത്തിന് ഒരു ലക്ഷ്യമുണ്ടാകും. അപ്പോ ഈയൊരു യാത്രയെ നമുക്ക് ചുരുക്കി പറഞ്ഞാൽ ഇങ്ങനെ പറയാം: നിങ്ങൾ നിങ്ങളുടെ ശരീരം മാത്രമല്ല, നിങ്ങളുടെ ഊർജം മാത്രമല്ല, നിങ്ങളുടെ ചിന്തകളോ ബുദ്ധിയോ മാത്രമല്ല. അതെല്ലാം നിങ്ങൾക്കുണ്ട്, പക്ഷെ നിങ്ങൾ അതല്ല. നിങ്ങൾ ആ ആനന്ദത്തിന്റെ ഉറവിടമായ ശുദ്ധമായ ഞാൻ എന്ന ബോധമാണ്. ഈ ഒരു വിശകലനം ഇവിടെ തീരുകയാണ്. പക്ഷേ ഒരു ചോദ്യം ബാക്കിയുണ്ട്. സ്വയം കണ്ടെത്താനുള്ള ഈ യാത്രയിൽ നിങ്ങളിപ്പോൾ എവിടെയാണ് നിൽക്കുന്നത്? നിങ്ങളുടെ അടുത്ത കണ്ടെത്തൽ എന്തായിരിക്കും?